ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ജനുവരി മാസം പകുതിയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ പ്രാവൻകൂട് ഷാപ്പ്. ബേസൽ സൗബിൻ കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ വെർഡിക്റ്റ് എന്താണെന്നും ഒപ്പം തന്നെ സിനിമയുടെ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അത് പ്രകാരം 9,50,00,000 രൂപയാണ് 13 ദിവസങ്ങൾ കൊണ്ട് പ്രാവൻകൂട് ഷാപ്പ് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ആവേശത്തിന് ശേഷം അൻവർ റഷീദ് നിർമ്മിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വളരെ മികച്ചൊരു പ്രീസെയിൽ കളക്ഷനും ഒപ്പം തന്നെ പ്രീ റിലീസ് ഹൈപ്പെല്ലാം തന്നെ നേടിയെടുത്ത സിനിമയാണ്. അഭിപ്രായങ്ങളിൽ പോലും മോശം എന്നൊരു അഭിപ്രായം നേടിയെടുത്തില്ല എങ്കിൽ പോലും സിനിമ ഇപ്പോഴത്തെ കളക്ഷൻ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ്. ഏകദേശം 10 കോടിയോളം ബഡ്ജറ്റിലായിരുന്നു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സമീപകാലത്തെ തൊട്ട സിനിമകളെല്ലാം തന്നെ പൊന്നാക്കിയ ബേസൽ ജോസഫിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ കരിയറിൽ പ്രധാന റോളിലെത്തിയ ഒരു സിനിമ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് വരുന്നത്. നാളെ ബേസലിന്റെ അടുത്ത സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ അഭിപ്രായങ്ങൾ കേട്ടാം. ലാലേട്ടനെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞ അമൽ നീരദിന്റെ ലാലേട്ടൻ സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നത് പോലെ ലാലേട്ടന്റെ സത്യനന്ദിക്കാട് സിനിമ ഒപ്പം തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നീ സിനിമകളിലെ ലാലേട്ടൻ ഷെഡ്യൂളുകൾക്ക് ശേഷം ആരംഭിക്കുന്നതാണ്. ചില സിനിമകൾ മാറ്റി നിർത്തിയാൽ അമൽ നീരദിന്റെ സ്ഥിരം ലൊക്കേഷനായ കൊച്ചിയായിരിക്കും സിനിമയുടെ പ്രധാന ലൊക്കേഷൻ എന്നും 80ഓളം ദിവസങ്ങൾ കൊണ്ട് ഒരൊറ്റ ഷെഡ്യൂളിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിക്കുക എന്നൊരു റിപ്പോർട്ടാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഒരുപാട് പേർക്ക് അറിയേണ്ടത് പോലെ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല. സ്കെയിൽ കൊണ്ട് ക്യാൻവാസ് കൊണ്ട് വലുതല്ല എങ്കിൽ പോലും അതേസമയം ലാലേട്ടൻ അമൽ നീരദ് സിനിമ ചിത്രത്തിൽ ഫഹദ് കൂടി അഭിനയിക്കുന്നു എന്നതിനാൽ സിനിമയ്ക്ക് ഒരു വലുപ്പമുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സിനിമ നിർമ്മിക്കുക നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആശീർവാദ് സിനിമാസും അമൽ നീരദ് പ്രൊഡക്ഷൻസും ഫഹദ് ഫാസിലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും ചേർന്നാണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.